everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ലെസണിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചെറിയ പോർഷനില്ലേ, അതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ സ്റ്റീഫൻ വില്യം ഹോക്കിൻസിൻ്റെയും അരുണിമ സിൻഹ, രവീന്ദ്ര ജയൻ എന്ന് പറയുന്ന 3 പേരുടെ ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള വളരെ കുറച്ച് ഒരു സെൻറ്റൻസിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അവരെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ സ്റ്റീഫൻ വില്യം ഹോക്കിൻസ് was a British physicist and mathematician. എന്താണ് ആളൊരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. പിന്നീടുള്ളത് ഹി വാസ് ബോൺ ഇൻ 1942. അദ്ദേഹം 1942 ജനിച്ചത്. He is the best known for his work on black holes and origins of the universe. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾ തിയറിയിലും അതേപോലെ തന്നെ യൂണിവേഴ്സ്, ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു തിയറിയിലും അദ്ദേഹം പ്രശസ്തനാണ്. അതേപോലെ തന്നെ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എ മോട്ടോർ ന്യൂറോൺ ഡിസീസ് കോൾഡ് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് വെൻ ഹി വാസ് ജസ്റ്റ് 21 years. അദ്ദേഹത്തിന് 21 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു മോട്ടോർ ന്യൂറോൺ ഡിസീസ് വന്നു. അദ്ദേഹത്തുള്ള മൊത്തം ന്യൂറോണുകളെയും അതേപോലെ തന്നെ ദേഹം മൊത്തം പാരലൈസ് ആക്കുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ്. വെയിൻസിനെ മൊത്തത്തിൽ തളർത്തുന്ന തരത്തിലുള്ള ഒരു അസുഖം അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ പിടിപെട്ടു. അതാണ് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ഞാൻ തന്നെ കുറച്ച് പാടുപെട്ടു ഇത് പഠിച്ചെടുക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഒരു പ്രൊഫൈൽ ചെയ്തപ്പോൾ ഞാൻ ഇത് 2-3 പ്രാവശ്യം തെറ്റിച്ച് കട്ട് ചെയ്ത് വീഡിയോ പിന്നെയും എടുത്ത് പിന്നെയും തെറ്റിച്ച് പിന്നെയും കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ഓക്കെ, ഇത്രയും. സോ നെക്സ്റ്റ്, when he was just 20, this disease left him paralyzed and he was on wheelchair in the rest of his life. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ ഈ ഒരു അസുഖം കാരണം പാരലൈസ്, അദ്ദേഹത്തിൻ്റെ ബോഡി മൊത്തത്തിൽ തളർത്തി. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല, എണീക്കാൻ കഴിയില്ലാത്തൊരു രൂപത്തിലാക്കി. അങ്ങനെ അദ്ദേഹം വീൽ ചെയറിലായി ജീവിതകാലം മുഴുവൻ. എന്താണ് പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് എന്താണ് നെക്സ്റ്റ്, despite of his conditions he continued his research and wrote many books. എന്താണ് ഈ ഒരു അസുഖം ഉണ്ടായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടീഷനിലും ഒരുപാട് ബുക്കുകളൊക്കെ റിസർച്ച് പരമായിട്ട്, അതായത് കണ്ടുപിടുത്തങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ഹി അപ്പിയർഡ് ഇൻ TV programs ഓൾസോ. അദ്ദേഹം TV പ്രോഗ്രാമുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഹി ഡൈഡ് ഇൻ 2018. അദ്ദേഹം മരിച്ചത്. എനിക്കൊരു 8 വയസ്സൊക്കെ കാണുമായിരിക്കും, എനിക്കറിയില്ല. സോ അരുണിമ സിൻഹയാണ് നെക്സ്റ്റ്. ഇന്ത്യൻ മൗണ്ടൈനർ ആൻഡ് സ്പോർട്സ് വുമൺ. ഇന്ത്യൻ ഒരു മലയൊക്കെ കയറുന്ന ഒരു അങ്ങനെയുള്ള ഒരാളും അതേപോലെ തന്നെ ഒരു സ്പോർട്സ് വുമണുമാണ്. അതുപോലെ തന്നെ വേൾഡ്സ് ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ടി എന്താണ് ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് കിളിമഞ്ചാരോ. മൗണ്ട് എവറസ്റ്റും അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആംബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലില്ലാത്തത് കേട്ടോ, കാലില്ലാത്ത ആദ്യത്തെ മൗണ്ട് എവറസ്റ്റും അതേപോലെ തന്നെ മൗണ്ട് കിളിമഞ്ചാരോ, അങ്ങനെ ഒരുപാട് മൗണ്ടൈൻസ് കീഴടക്കിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ടിയായ അരുണിമ സിൻഹ. ഓക്കെ, ഷീ ലോസ്റ്റ് ഹെർ ലെഗ്സ് ഇൻ എ ട്രെയിൻ ആക്സിഡൻറ്റ്. അല്ലല്ലോ, ഇത് വായിച്ചില്ലല്ലേ. ഷീ വാസ് ആൻ എക്സ്പീരിയൻസ്ഡ് വോളിബോൾ പ്ലെയർ. അതായത് അവളൊരു വളരെ പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കളിച്ച് പരിചയമുള്ള ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഷീ ലോസ്റ്റ് ഹെർ ലെഗ്സ് ഇൻ എ ട്രെയിൻ ആക്സിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്രിമിനൽസ് അവളെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതാണ്. അപ്പോൾ അവളുടെ കാലിന്, സ്പൈനൽ കോഡിനും ലെഗ്സിനുമൊക്കെ നല്ല ഇഞ്ചറീസ് പറ്റി. അങ്ങനെയാണ് അദ്ദേഹം
മരണപ്പെട്ടത്. ഓക്കെ, സോറി, മരണപ്പെട്ടതല്ല, അസ്തഗ്ഫിറുല്ലാ. ഓക്കെ, എന്താണ് കാല് നഷ്ടപ്പെട്ടത്. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കോളാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ honored with her പത്മശ്രീ ഇൻ 2015 അവരുടെ പത്മശ്രീ ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ അവാർഡ് കൊടുത്ത് ആദരിച്ചു. സോ രവീന്ദ്ര ജയൻ, ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ, ലിറിക്സ്റ്റ് ആൻഡ് പ്ലേബാക്ക് സിംഗർ, പാട്ടെഴുത്തുകാരൻ, അതേപോലെ തന്നെ പാട്ട് പാടുന്ന ആൾ, സിനിമ പാട്ടൊക്കെ പാടുന്ന ആളുകൾ, അതാണ്. ഹി വാസ് ബ്ലൈൻഡ് ബൈ ബർത്ത്, അതായത് ജനിച്ചപ്പോൾ തന്നെ ബ്ലൈൻഡ് ആയിരുന്നു. ബോൺ ഓൺ ഫെബ്രുവരി 28, 1944, അതായത് ഒരു ലീപ്പ് ഇയറിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ, ഫെബ്രുവരി 28. അപ്പോൾ 4 വർഷം കൂടുമ്പോഴേ, സോറി ഗൈസ്, അപ്പോൾ 28 എല്ലാ ഫെബ്രുവരിയിലും ഉണ്ട്. ഞാൻ BS ഒക്കെ ഇതൊക്കെ പഠിച്ചിട്ട് തോനെ നാളായ, അതുകൊണ്ടാണ്. അയ്യോ, 1944 അദ്ദേഹം ജനിച്ചത്. ഹി കമ്പോസ്ഡ് മ്യൂസിക് ഫോർ ഓവർ 200 ഫിലിംസ്, അതായത് 200 ഫിലിംസിലധികം അദ്ദേഹം ആ ഒരു ഫിലിമുകൾക്ക് മ്യൂസിക് എന്ത് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദ മോസ്റ്റ് ടാലൻറ്റഡ് മ്യൂസീഷ്യൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു, ഒരു പാട്ടുകാരനായിരുന്നു. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹോണർ ഹിം വിത്ത് പത്മശ്രീ ഇൻ 2015, അതായത് ഗവൺമെൻറ് അദ്ദേഹത്തെ 2015 ഒരു ഇത് വെച്ചിട്ട്, ഞാൻ ചോക്കും പിടിച്ചുകൊണ്ടിരിക്കുക, എന്തിനാണ് വൈറ്റ് ബോർഡ് ചോക്ക്. സോ ഞാൻ 2015 അദ്ദേഹത്തെ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.